നോക്കൂ, ഇന്നത്തെ പത്രങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. ഫ്രണ്ട് പേജിൽ തന്നെ അവരത് കൊടുത്തിട്ടുമുണ്ട്. യുദ്ധം അടുക്കളയിലേക്കോ? അതെ, നിലവിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് പശ്ചിമേഷ്യയിലാണെന്ന് നമുക്കറിയാം. അവിടുന്ന് ഇനിയുള്ള യുദ്ധം നമ്മുടെ അടുക്കളകളിൽ നടത്തേണ്ടി വരുമോ എന്നുള്ളൊരു ചോദ്യം ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി നമ്മുടെ ക്രൂഡ് ഓയിലിന്റെ വിലയുടെ കാര്യമാണ്. അതിന്റെ ലഭ്യത കുറയുന്നതിനനുസരിച്ച് വില കൂടും. മാർക്കറ്റിൽ ഏതൊരു സാധനവും കിട്ടാതാവുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ വില കുതിച്ചുയരും. അപ്പോ ആ പ്രതിസന്ധിയാണ് അടുത്ത് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. നമ്മുടെ അടുക്കളകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടർ LPG ഉടനെ തടസ്സപ്പെടുമെന്നാണ് നിലവിലെ വിവരം. അതായത് ഇതിന്റെ ലഭ്യത കുറഞ്ഞിരിക്കുന്നു. നമുക്കറിയാലോ, പശ്ചിമേഷ്യയിൽ ഇപ്പോഴും സംഘർഷബന്ധമാണ്. യുദ്ധം പൂർണ്ണമായിട്ടും അവസാനിച്ചെന്ന് പറയാറായിട്ടില്ല, ഒരു ചെറിയ അയവ് വന്നിട്ടേ ഉള്ളൂ. അപ്പം ഈ പ്രതിസന്ധിയാണ് നമ്മളെ അടുത്ത യുദ്ധത്തിലേക്ക് നയിക്കുന്നത്. ഈ യുദ്ധം നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിലെ അടുക്കളയിലേക്കാണ് എത്തിക്കുന്നത്. മിക്ക വീടുകളിലും 2 ഗ്യാസ് സിലിണ്ടർ ഉണ്ടാവും. അതിൽ ഒരെണ്ണം നമ്മൾ ഉപയോഗിക്കും, മറ്റൊന്ന് നമ്മൾ നിറച്ചു വെക്കും. ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തീരുമ്പോൾ ഈ നിറച്ചു വെച്ചിരിക്കുന്നത് നമ്മളെടുത്ത് വയ്ക്കും, എന്നിട്ട് അത് ഉപയോഗിക്കും. ഈ തീർന്നിരിക്കുന്ന സിലിണ്ടർ നമ്മൾ ഏജൻസിയിൽ നിന്ന് ബുക്ക് ചെയ്ത് പുതിയത് കൊണ്ടുവന്ന് പഴയത് ഇവർ തിരിച്ചു കൊണ്ടുപോകും. അപ്പൊ അങ്ങനെയാണ് മിക്ക വീടുകളിലും അടുക്കള വലിയ കുഴപ്പമില്ലാതെ നടന്നു പോകുന്നത്. നമുക്കറിയാലോ, ഒരു ദിവസം നമ്മുടെയൊക്കെ വീട്ടിലെ അടുക്കള പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. എത്ര നാൾ നമ്മൾ ഈ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും? ഇപ്പൊ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലും ചില അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. പല ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും എല്ലാം അടച്ചു എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട്. അപ്പോ അടുക്കളയിലേക്കാണ് ഇനി അടുത്ത യുദ്ധം നീളുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധം വാണിജ്യ LPG സിലിണ്ടർ വിതരണത്തെ ബാധിച്ചതോടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഹോട്ടലുകൾ അടച്ചു തുടങ്ങി. ഒട്ടേറെ അനുബന്ധ മേഖലകൾ കൂടി ബാധിക്കുന്ന ഗുരുതര പ്രതിസന്ധിയാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആപ്പ് അധിഷ്ഠിത ക്ലൗഡ് കിച്ചണുകളും വിവാഹ വിരുന്ന്, ഇഫ്താർ പാർട്ടി കരാറുകൾ എടുത്ത കേറ്ററിംഗ് സ്ഥാപനങ്ങളും ഉൾപ്പെടെ മുന്നോട്ട് പോകാനാവാത്ത അവസ്ഥയിലാണുള്ളത്. പാചകവാതക ലഭ്യത ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ അവശ്യ സേവന നിയമം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഗാർഹിക LPG, പൈപ്പ് ലൈനിലൂടെയുള്ള PNG, വാഹനങ്ങൾക്കുള്ള CNG എന്നിവയുടെ ഉൽപാദനം കൂട്ടാൻ പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയം കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. മറ്റു മേഖലകളിൽ നിയന്ത്രണം കർശനമാക്കിയിട്ടുണ്ട്. എന്നാൽ ഗാർഹിക സിലിണ്ടർ ബുക്കിങ്ങിനും 25 ദിവസത്തെ ഇടവേള ഉണ്ടാകും. അതൊരു വല്ലാത്ത ഇടവേളയാണ്. നമ്മൾ ഈ ഗ്യാസ് ബുക്ക് ചെയ്ത് നിശ്ചിത സമയത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിലെ അടുക്കള പുകയാതെയാവും. ഗാർഹികേതര ആവശ്യങ്ങളിൽ ആശുപത്രികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് മുൻഗണന. ഹോട്ടലുകൾക്കും വ്യവസായങ്ങൾക്കുമുള്ള വിതരണം പരിശോധിക്കാൻ 3 അംഗ സമിതിയെ കേന്ദ്രം നിയോഗിച്ചു. യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ക്രൂഡ് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതേസമയം യുദ്ധം അവസാനിച്ചാലും ലഭ്യത സാധാരണ തോതിലാകാൻ മാസങ്ങൾ എടുത്തേക്കും. 5ലേറെ വാണിജ്യ സിലിണ്ടറുകൾക്ക് സ്റ്റോക്ക് ചെയ്യുന്നതിന് സംസ്ഥാനത്തെ ഹോട്ടലുകൾക്ക് നിയന്ത്രണമുണ്ട്. വാണിജ്യ കണക്ഷൻ പ്രകാരം ഉപയോഗിക്കുന്ന നിശ്ചിത എണ്ണം സിലിണ്ടറിന് പുറമേയുള്ളതിനാണ് ഈ വ്യവസ്ഥ. വൻകിട കേറ്ററിംഗ് സ്ഥാപനങ്ങൾ, ബോർമ തുടങ്ങി വൻതോതിൽ സിലിണ്ടറുകൾ ഉപയോഗിക്കാൻ ലൈസൻസ് ഉള്ളവർക്ക് പെർമിറ്റിലെ അനുവദനീയ തോതിൽ തുടരാം. ഗാർഹിക സിലിണ്ടറുകൾക്ക് ക്ഷാമമില്ലെന്ന് വിതരണ കമ്പനികൾ പറയുന്നുണ്ട്. അധിക സ്റ്റോക്കും ഗാർഹിക സിലിണ്ടർ ദുരുപയോഗവും പരിശോധിക്കാൻ സിവിൽ സപ്ലൈ വകുപ്പിന്റെ സ്ക്വാഡുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് ലോകത്ത് എവിടെ ഒരു യുദ്ധമോ സംഘർഷമോ ഉണ്ടായാലും അത് ലോകത്തെ മുഴുവൻ ബാധിക്കും. നിലവിൽ ഇസ്രായേലും ഇറാനും അമേരിക്കയൊക്കെ ആയിട്ടാണ് പ്രശ്നങ്ങളെങ്കിലും നമ്മളെ ഉൾപ്പെടെ അത് ബാധിക്കും. കാരണം ഇന്ന് എല്ലാ രാജ്യങ്ങളും എല്ലാ രീതിയിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. സാമ്പത്തികമായിക്കോട്ടെ, വ്യവസായമായിക്കോട്ടെ, മറ്റ് സഹകരണങ്ങളായിക്കോട്ടെ. അപ്പം അത്തരത്തിലൊരു ലോകക്രമമാണ് നിലവിലുള്ളത്. അപ്പം ഈ LPGയിലെ ലഭ്യത കുറവ് നമ്മളെയൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടിലാക്കും. മലയാളികളുടെ വീട്ടിൽ ഇനി അടുക്കള പുകയുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. 25 ദിവസത്തെ ഇടവേള എന്നൊക്കെ പറഞ്ഞാല് അത് കുറച്ച് കൂടുതലല്ലേ? ഏകദേശം 1 മാസത്തോളം. എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാം ഇതിന്റെ ബാക്കി കാര്യങ്ങൾ.